ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ക്യാൻസർ ജനിച്ചവരുടെ റീഡിങ്സാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം ഇട്ടേക്കുക. എപ്പോഴും പറയുന്നത് പോലെ മൈൻഡ് പോസിറ്റീവ് ആൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, Lovers card, King of Pentacles, Five of Cups, Wheel of Fortune, Temperance, Emperor, Star, Three of Swords, Four of Cups and Ace of Wands. ബോട്ടം ഓഫ് ദ ടെക്കിൽ നമുക്ക് ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ അവർക്ക് വന്നിരിക്കുന്ന കാർഡ് ലവേഴ്സ് കാർഡാണ്. ഒരു ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കേസിലായിരിക്കും ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി സ്റ്റേബിളാകും ആൻഡ് സക്സസ് ആൻഡ് അബൻഡൻസ് ഒക്കെ വരും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കരിയർ വൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രോത്തിൻ്റെ ടൈമാണ് ഇനി വരുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇമോഷണലി ഡൗൺ ആണിപ്പോൾ. ഒരുപാട് കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് തൊട്ടടുത്ത് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരാൻ പോകുന്നു. നിങ്ങൾക്കുള്ള നല്ല സമയം വരാൻ പോകുന്നു. ഇത്രയും നാൾ നിങ്ങൾ സഫർ ചെയ്തതിനൊക്കെ ഒരു എൻഡ് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെ ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. എന്നാൽ അയാളുടെ പിന്നിൽ അദ്ദേഹത്തിന് കാത്തിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതേ അവസ്ഥയാണ് നിങ്ങൾക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാണ്ട് നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് മുന്നോട്ട് പോകുക. നെക്സ്റ്റ് നമുക്ക് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേഷ്യൻസിൻ്റെ കാർഡ് അല്ലെങ്കിൽ ഒരു ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക, നിങ്ങൾക്കുള്ള ടൈം ഉടനെ തന്നെ വരുന്നതാണ്. ആൻഡ് എംപറർ കാർഡ് വന്നിട്ടുണ്ട്. എംപറർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിസിപ്ലിൻ, കോൺഫിഡൻസ്, അതായത് ബ്രേവായിട്ട് എല്ലാ കാര്യങ്ങളെയും നേരിടുകയും എന്ത് വന്നാലും സ്ട്രോങ് ആയി അതിനെ ഫേസ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിത്വം. അത് നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഓക്കെ, കാരണം ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ആവശ്യമാണ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുടെ ഒരു കാർഡാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പാസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹീലായി നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷയോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ഒരു 5 ഓഫ് കപ്സിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു എല്ലാത്തിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാണ്ടിരിക്കുക. എന്തായാലും നിങ്ങളെ തേടി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. സോ അത് നിങ്ങൾ ചൂസ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. നമുക്കിവിടെ സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് അതെന്തായാലും ഒരു വലിയൊരു പ്രതീക്ഷയുടെ കാർഡാണ്. സോ സ്റ്റാർ കാർഡ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു എന്താ പറയുക, ഒരു വിഷ് നമ്മൾ ആഗ്രഹിക്കണം, മനസ്സിൽ കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾ എന്തോ ഒന്ന് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു. നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ വൈസ് എന്തിനായാലും ഒരു പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സോ ഹെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ഇതൊക്കെ അനുഭവിക്കേണ്ടതായി വരും. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അത് പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടായാലും ഒരു സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ടാവും. ഓക്കെ, ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രോത്തിൻ്റെ ബിഗിനിങ് തന്നെ ചിലപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ക്യാൻസറിലുള്ള വ്യക്തികൾക്ക് വന്നിരിക്കുന്ന റീഡിങ്സ്. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഇമോഷണലി ഉള്ള ഒരു ബ്രേക്കപ്സ്, ഇമോഷണലി കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ അത് നമ്മൾ ഹീൽ ചെയ്യണം. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെയും ഒരു ഗ്രോത്തിൻ്റെയും ടൈമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ലൈഫിൽ ഇനി വരാൻ പോകുന്ന ചേഞ്ചസ്, കാരണം ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. സോ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും കരിയർ വൈസിലായാലും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഹിൻറ്റ് നോക്കാം. യൂണിവേഴ്സിൽ നിന്നും എന്ത് ക്ലൂസാണ് നമുക്കുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, X, C, 27 April, July, 26, 6, past relationships, fear, distance, Z, show appreciation, 5, morning, 7, 3, Monday, J, 10, Saturday, long distance, growth, trust,
U K I D loyalty, healing time, communicate openly, challenges, 16, this year, T, S, 29, F, L, V, 25, 2, B, 19, December 22. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.